മൂന്നാറിൽ അപകടയാത്രയ്ക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇതുവരെ 6 ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അപകടയാത്രയ്ക്കെതിരെ MVDയും പോലീസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ബിനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. ബിനീഷ്, ഏതായാലും നമുക്കറിയാം ഈ മൂന്നാറിൽ നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വാഹനങ്ങളിൽ അപകടയാത്ര നടത്തുന്നത്. ഇതിനെതിരെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നടപടിയാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നിലവിൽ ഈ അപകടയാത്ര വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് നടപടി ഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 6 പേരുടെ ലൈസൻസ് ആണ് റദ്ദാക്കിയിരിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളുടെയും അതോടൊപ്പം തന്നെ ടാക്സി വാഹനങ്ങളും അടക്കമുള്ള ഡ്രൈവർമാരുടെ 6 പേരുടെ ലൈസൻസ് ആണ് റദ്ദാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ലക്ഷ്മി അടക്കമുള്ള സ്ഥലങ്ങളിൽ ജീപ്പിൽ വിനോദസഞ്ചാരികളെ കയറ്റി സാഹസിക യാത്ര നടത്തിയ ഒരു സ്വകാര്യ ജീപ്പിനും അതോടൊപ്പം തന്നെ ഒരു ടാക്സി ജീപ്പ് ഡ്രൈവറുടെയും ഇരുവരുടെയും ലൈസൻസ് റദ്ദാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളുടെ വാഹനമായ തമിഴ്നാട് സ്വദേശികളുടെയും അതോടൊപ്പം തന്നെ കർണാടക സ്വദേശികളുടെയും വാഹനത്തിൽ ഇത്തരത്തിൽ അപകട യാത്ര നടത്തിയവർക്കെതിരെയും കർശന പിഴ ഈടാക്കുകയും ഇവരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏത് ഭാഗത്തു നിന്നും വന്ന് ഇത്തരത്തിൽ അപകട യാത്ര നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ പോലീസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ മൂന്നാർ DSP ചന്ദ്രകുമാർ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ തമിഴ്നാട് സ്വദേശികളുടെ കർശന നടപടിയും അതോടൊപ്പം തന്നെ 1 മണിക്കൂറിലധികം നീണ്ട ബോധവൽക്കരണ ക്ലാസും എടുത്ത ശേഷമാണ് ഇവരെ മടക്കി അയച്ചത്. നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സഞ്ചാരികൾ എത്തുമ്പോൾ ഈ അപകടയാത്ര വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അപകടയാത്രകളെല്ലാം തന്നെ സമീപത്തുള്ള പ്രാദേശിക തലത്തിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഡ്രൈവർമാരും ഇതിന്റെ ദൃശ്യങ്ങൾ വിവിധ സോഷ്യൽ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുമ്പോഴാണ് ഇത് കൃത്യമായി മോട്ടോർ വാഹനത്തിന് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ മോട്ടോർ വാഹനത്തിന്റെ ഉദ്യോഗസ്ഥരെ ഒരു പോരായ്മ കൂടി ഇതിനകത്തുണ്ട്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ കുറവാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവർക്ക് കൃത്യമായി പല മേഖലകളിലും ഓടിയെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന ദൃശ്യങ്ങളടക്കം നോക്കിയ ശേഷം പരിശോധിച്ച ശേഷം ഇവർക്കെതിരെ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 6 പേരുടെ ലൈസൻസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ അപകട യാത്ര നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ഈ ബോധവൽക്കരണ ക്ലാസുകളിലെല്ലാം തന്നെ പങ്കെടുപ്പിക്കാനും തന്നെ പോലീസും മോട്ടോർ വാഹനവും സംയുക്തമായി ആലോചിക്കേണ്ടതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.